യാസർ എന്ന് പറഞ്ഞേക്കാട്ടും ചിലപ്പോ ടീച്ചറമ്മയിലെ വിഷ്ണു അല്ലെ, വിഷ്ണു എന്ന് പറയണായിരിക്കും. ടീച്ചറമ്മയെന്ന് തന്നെ തുടങ്ങാം. ഇപ്പൊ എന്താ ടീച്ചറമ്മയുടെ അവസ്ഥ? ടീച്ചറമ്മയുടെ അവസ്ഥ ഇപ്പം പരിതാപകരമാണ്. കഥാപരമായിട്ട് ഓഡിയൻസിന് കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ സിറ്റുവേഷൻസിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു ആൾക്കാരെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ടീച്ചറമ്മ എന്നുള്ള പ്രൊജക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ നല്ലൊരു ടീമാണ്, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ലൈഫിൽ ഞാനിപ്പം ചെയ്തതിൽ വെച്ച് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടിയൊരു ക്യാരക്ടറാണ്. ഇപ്പം തുടങ്ങിയൊരു 1.5 മാസമായിട്ടില്ലായിരുന്നു. ഓഡിയൻസിനെല്ലാം ഇഷ്ടം. പക്ഷേ ഏഷ്യാനെറ്റിൽ ഇതുവരെ വന്ന സീരിയലുകൾ വെച്ച് നോക്കുമ്പോൾ ക്വാളിറ്റിയുടെ കാര്യത്തിലും മേക്കിങ്ങും എല്ലാം വേറെയാണ്. സിനിമ ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. സിനിമ എന്ന് പറയാൻ വേണമെങ്കിൽ മിനി സ്ക്രീനിലുള്ള സിനിമ. കാരണം എന്താ ടെക്നിക്കലി ആണെങ്കിലും ഈവൻ സ്റ്റോറി ബേസ്ഡ് ആണ്. ഇത് റിയൽ സ്റ്റോറിയാണ്. ഇപ്പോൾ സാധാരണ വരുന്ന സീരിയലെല്ലാം റീമേക്കാണ് അധികം വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ചാനലുകളിൽ ഒരു റിയൽ സ്റ്റോറി ടീച്ചറമ്മയാണ്. വേറെ അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പം മറ്റേതൊക്കെ മറ്റു ഭാഷകളിൽ റീമേക്ക് ചെയ്തിട്ട് വരുന്ന ടീച്ചറമ്മ റിയൽ മലയാളം സ്റ്റോറി, റിയൽ ഇതിനു വേണ്ടി തന്നെയുള്ള സ്റ്റോറി, റീമേക്ക് ഒന്നും അല്ല.